വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ എല്ലാ എക്സാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. 4th സെമസ്റ്റർ ഈ എക്സാമിനെ കുറിച്ചുള്ള എല്ലാ സ്ട്രെസ് ഇന്നത്തോടെ അങ്ങനെ തീരാണ്. വീട്ടിലോട്ട് പോയപ്പോൾ ബീച്ചിൽ പോകാനുള്ള പ്ലാൻ ഇട്ടത്. അങ്ങനെ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. എന്തിനാ വന്നേക്കണേ? ബീച്ച് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റിലാണോന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല, പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും എക്സാം തീർന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നാട്ടിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴയുള്ളതുകൊണ്ട് ചെളിക്കുത്ത് വന്നിട്ടുണ്ട് കടപ്പുറത്ത്. ബീച്ചിൽ ഇത്രയും വെള്ളം നിറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിലൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ വേറെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇങ്ങനെ നടക്കണം. ഇതും ഒരു പൂവുണ്ടാവും, റോസ് പൂവ്. ആ പൂവ് അങ്ങനെ കിട്ടണമെങ്കിൽ അതും പിടിച്ച് വല്ല ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചപ്പോൾ അതും. ഞങ്ങളല്ലാതെ വേറെ ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാം. അത് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാ. വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിച്ചു പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്കിടെ വന്നപ്പോ ഒരു സ്ട്രെസ് റിലീഫ് ആയി. ഈ മരം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ടൈം ഒക്കെ ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കും. ഇതാരെ വീടെന്നറിയോ? മദാമ്മമാരെ വീട്. സോറി ഗൈസ്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മദാമ്മമാരെ റിസോർട്ടാണ്. ഇവിടെ എന്റെ അമ്മായി വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറയുന്ന പോലെ എന്റെ ഒരു അമ്മായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവള് വിചാരിച്ചേക്കണം ഞാനിത് തള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ ബീച്ചിന്റെ അവിടെ തന്നെ എന്റെ സ്നേഹയുടെ വീട്. അവൾ ഞാൻ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മനെ കൊണ്ടുവരാൻ പോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ ഇത്രയുള്ള അപ്പുറത്തുള്ള ഗൈസ് അടുത്ത വീട് വരാം. ബൈ ഗൈസ്.